മംഗല്യതാലി. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയ ശേഷം മഹാലക്ഷ്മി നേരെ പോയത് അഡ്വക്കേറ്റ് രാജശേഖരൻ്റെ അടുത്തേക്കായിരുന്നു. നിയമകാര്യങ്ങളിൽ അയാളാണ് മഹാലക്ഷ്മിക്ക് സംശയം തീർത്തു കൊടുക്കുന്നത്. രാജേട്ടാ. ആ, ഗുഡ് മോർണിംഗ് ലക്ഷ്മി, കയറി വരൂ. ആ, ഏട്ടൻ ബിസിയാണോ? ഏയ് അല്ലെന്നേ, 2 ദിവസം ഞാൻ ഒഫീഷ്യൽ മാറ്റേഴ്സ് ഒന്നും പിടിക്കുന്നില്ല. ലക്ഷ്മി അയാളോടൊപ്പം അകത്തേക്ക് കയറിപ്പോയി. മീര, ഉറക്കെ അയാൾ വിളിക്കുന്നത് കേട്ടപ്പോൾ ഒരു സ്ത്രീ ഇറങ്ങി വന്നു. ലക്ഷ്മി ചേച്ചിയോ? പതിവില്ലാതെയാണല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അവർ വന്ന് മഹാലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. വിശേഷം ഒന്നുമില്ല മീരേ. ഇന്നലെ എന്താ മീര വന്നില്ലല്ലോ മോൻ്റെ റിസപ്ഷന്? വരാൻ സാധിച്ചില്ല ചേച്ചി. എനിക്ക് ബാക്ക് പെയിൻ ആയിട്ട് കുറേ ദിവസമായിട്ട് റെസ്റ്റ് എടുത്തിരിക്കുക. മെഡിസിൻ എടുക്കുന്നുണ്ട്. ഡോക്ടർ എന്നോട് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാനാ പറഞ്ഞതേ. അതെയോ? എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട്? ബെറ്ററായി വരുന്നു. ചേച്ചി ഇരിക്ക്, ഞാൻ കോഫി എടുക്കാം. ഒന്നും വേണ്ട മീരേ, വയ്യാണ്ടിരിക്കുമല്ലേ. നീ ചെന്ന് കിടക്കാൻ നോക്ക്. ഏയ് അതൊന്നും കുഴപ്പമില്ല. ഹെൽപ്പിനൊരു പെൺകുട്ടി വരുന്നുണ്ടേ. മീര അടുക്കളയിലേക്ക് പോയി. എന്തു പറ്റി ലക്ഷ്മി? എല്ലാവരോടും സംസാരിക്കുമ്പോഴും നിന്റെ മനസ്സ് ഇവിടെയൊന്നുമല്ലെന്ന് എനിക്കിന്നലെ വ്യക്തമായിരുന്നു. ലക്ഷ്മി ഇത്രമാത്രം ടെൻഷൻ അടിക്കാനായി എന്ത് സംഭവിച്ചു? രാജശേഖരൻ്റെ ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോൾ 2 കൈകളും കൂട്ടിപ്പിണച്ച് താടിയിൽ മുട്ടിച്ചിരിക്കുകയാണ് മഹാലക്ഷ്മി. അതഴിച്ചും വിടർത്തിയും അവരാകെ വല്ലാത്തൊരു ആലോചനയിലും മാനസിക പിരിമുറുക്കത്തിലുമായിരുന്നു. ആദ്യമൊന്നും രാജശേഖരൻ ചോദിച്ചിട്ട് അവർ ഒരു ഉത്തരം പറഞ്ഞില്ല. ലക്ഷ്മി, എന്തു പറ്റിയിടോ? താൻ എന്തിനാ ഇങ്ങനെ നെർവസ് ആകുന്നത്? കാര്യം എന്തു തന്നെ ആയാലും തുറന്നു പറയൂന്നേ. പരിഹാരമില്ലാത്തതായി ഒന്നുമില്ലല്ലോ. അയാൾ പിന്നെയും നിർബന്ധിച്ചു. അത് പിന്നെ രാജേട്ടാ, മംഗലത്ത് കുടുംബത്തിലെ സ്വത്തുവകകളൊക്കെ എൻ്റെ പേരിലാണല്ലോ കിടക്കുന്നത്. അതിൽ ഞാൻ വിചാരിച്ചാൽ മാത്രമല്ലേ എൻ്റെ മക്കൾക്ക് 2 ആൾക്കും അവകാശമുള്ളൂ? യാതൊരു മുഖവുരയും കൂടാതെ പെട്ടെന്ന് അവർ ചോദിച്ചു. ഇതെന്താണ് ലക്ഷ്മി ഇങ്ങനൊരു ചോദ്യം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ലീഗലായിട്ടുള്ള നമ്മുടെ ഡോക്യുമെൻസിലൊക്കെ എൻ്റെ പേരിലാണ് സ്വത്തുവകകൾ. അതായത് നമ്മളുടെ കമ്പനി, അതുപോലെ സൂപ്പർ മാർക്കറ്റ്, വണ്ടികൾ, ഇതിൻ്റെയൊക്കെ അവകാശം എനിക്ക് മാത്രമല്ലേ ഉള്ളത്? അതെ, അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഇതിനു മുന്നത്തെ അറിയാലോ, ഭർത്താവിൻ്റെ കാലശേഷം ഭാര്യയുടെ പേരിലേക്കായിരുന്നു. അപ്പോൾ എൻ്റെ കാലശേഷമല്ലേ മക്കളുടെ പേരിലേക്ക്? അതെ, അങ്ങനെയാണ് വേണ്ടത്. ലക്ഷ്മി മുമ്പൊരിക്കൽ എന്നോട് പറഞ്ഞിരുന്നില്ലേ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് 2 മക്കളുടെയും പേരിലേക്ക് തുല്യമായി എല്ലാം വീതിച്ചു കൊടുക്കണമെന്ന്? ഉവ്വ്, പറഞ്ഞിരുന്നു. ആ ഒരു പ്രൊസീജിയർ നടത്താൻ വേണ്ടിയാണോ ലക്ഷ്മി ഇപ്പോൾ വന്നത്? അല്ല രാജേട്ടാ, തൽക്കാലം സ്വത്ത് എൻ്റെ പേരിൽ തന്നെ കിടക്കട്ടെ. മക്കൾക്ക് അതിലേക്ക് അവകാശം കൈമാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ലക്ഷ്മിയുടെ കാലശേഷം മക്കൾക്ക് എന്ന പേരിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമ്മളൊക്കെ അങ്ങ് പോയ ശേഷേ പിന്നെ ഇതെല്ലാം തമ്മിലടി വെച്ച് മക്കൾ പങ്കുവയ്ക്കാതിരുന്നാൽ മതി. അതിലും നല്ലത് എങ്ങനെയൊക്കെയാണ് എല്ലാം ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് ഒരു പ്രൂഫിൽ പറഞ്ഞു വെച്ചാൽ അത്രയും നന്ന്. അങ്ങനെ എന്തെങ്കിലും നോക്കാൻ രാജേട്ടാ. നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ഒരാളെ നിയമിക്കുവാനോ പിരിച്ചുവിടുവാനോ ഉള്ള അവകാശം എന്നിൽ മാത്രം നിക്ഷിപ്തമാണല്ലോ, അല്ലേ? മഹാലക്ഷ്മിക്കാണ് പ്രയോറിറ്റി. പിന്നെ ഹരിക്കും അനിക്കുട്ടനും സാധിക്കും. കാരണം അവരാണല്ലോ അതിൻ്റെ നടത്തിപ്പുകാർ. ഓക്കെ. അവൾ തലകുലുക്കി. എന്തു പറ്റി ലക്ഷ്മി? പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടാൻ എന്താണ് സംഭവിച്ചത്? ഏയ്, അങ്ങനെ പറയത്തക്കതായിട്ടൊന്നുമില്ലെന്നേ. ഞാൻ ജസ്റ്റ് എൻ്റെ സംശയം ചോദിച്ചെന്നു മാത്രം. മനസ്സിൽ 1000 കുതന്ത്രങ്ങൾ മെനയുമ്പോഴും മഹാലക്ഷ്മി അയാളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. മീര കൊടുത്ത കോഫിയും കുടിച്ച ശേഷം അവിടെ നിന്നും ഇറങ്ങുമ്പോൾ മഹാലക്ഷ്മിയുടെ മനസ്സിൽ പല കണക്കുകൂട്ടലുകളായിരുന്നു. ഭദ്ര ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയുമായിരുന്നു. രാവിലെ എഴുന്നേറ്റ ശേഷം ഹരി ലാപ്പ് തുറന്ന് ഇരിക്കാൻ തുടങ്ങിയതാണ്. ഇടയ്ക്കൊക്കെ ആരോടൊക്കെയോ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. അവൾ അത് കേൾക്കുന്നുമുണ്ട്. ആള് തിരക്കായതുകൊണ്ട് ഒരു ചെറിയ കലത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട്
അരി അളന്നെടുത്ത് മറ്റൊരു പാത്രത്തിലിട്ടു. സിങ്കിൻ്റെ അരികിലേക്ക് അത് കഴുകാനായി പോയതും അടിവയറ്റിലൂടെ എന്തോ ഒന്ന് ഇഴഞ്ഞു പോലെ തോന്നിയതും അവൾ ഉയർന്നു പൊങ്ങി. പേടിച്ചു പോയോ എൻ്റെ ഭദ്രക്കുട്ടി? കാതോരം ഹരിയുടെ ശബ്ദം കേട്ടതും അവൾ പിന്നിലേക്ക് തിരിയാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ പിടുത്തം പിന്നെയും മുറുകെ വന്നിരുന്നു. ഹരിയേട്ടാ, പതിഞ്ഞ ശബ്ദത്തിൽ ഭദ്ര തൻ്റെ മുഖം പിന്നിലേക്ക് തിരിച്ച് അവനെ ഒന്ന് നോക്കാൻ ശ്രമിച്ചു. എന്താടാ? വീണ്ടും അവൻ കുസൃതിയോട് ചോദിച്ചു. ഒന്ന് മാറുമോ പ്ലീസ്? മാറണോ? ഹരിയേട്ടന് ഓഫീസിൽ പോകണ്ടേ? നേരം ഇപ്പോൾ തന്നെ വൈകി. അപ്പോഴേക്കും അവൻ്റെ പിടുത്തം ഒന്നുകൂടി മുറുകി വന്നു. എന്നിട്ട് അവളെ പിടിച്ച് ഒന്നുകൂടി തന്നിലേക്ക് അണച്ച ശേഷം ഹരി പിടുത്തം അയച്ചത്. ഭദ്ര ശ്വാസമെടുത്തതും അപ്പോഴാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മീര ടീച്ചറുടെ ഫോൺ കോൾ ഹരിയെ തേടിയെത്തുന്നത്. ആ, ടീച്ചറമ്മയാണല്ലോ. ഹരി പറഞ്ഞതും ഭദ്രയുടെ മുഖം പ്രകാശിച്ചു. അവൻ കോൾ അറ്റൻഡ് ചെയ്ത് കാതിലേക്ക് ചേർത്ത് വെച്ചു. ഹലോ ടീച്ചർ. സത്യം പറഞ്ഞാൽ ഇത്തിരി ബിസി ആയിരുന്നു കേട്ടോ. അതാണ് ഇന്നലെ ടീച്ചറെ വിളിക്കാൻ പോലും സാധിക്കാഞ്ഞത്. ആദ്യം തന്നെ ഹരി ഒരു ക്ഷമാപണം നടത്തി. അതൊന്നും സാരമില്ല ഹരിക്കുട്ട. ഭദ്ര എവിടെ? ആ കുട്ടിയോട് സംസാരിച്ചിട്ട് 2 ദിവസമായല്ലോ എന്നോർത്തു. അതാ കാലത്തെ വിളിച്ചത്. ഭദ്ര എൻ്റെ അടുത്തുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഞാൻ കൊടുക്കാം. അവൻ ഫോൺ അവൾക്ക് കൈമാറി. ഹലോ ടീച്ചറമ്മേ. മോളെ ഭദ്രേ, ഫുഡ് കഴിക്കുവാണെങ്കിൽ പിന്നെ ഞാൻ വിളിച്ചോളാം. അത് കുഴപ്പമില്ല, ഞാൻ കഴിച്ച് തീരാറായി ടീച്ചറമ്മേ. അവൾ പെട്ടെന്ന് പ്ലേറ്റ് എടുത്തുകൊണ്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടി. മോളെ, എവിടെയാണ് നിങ്ങളിപ്പോൾ താമസിക്കുന്നത്? ഹരി ഇന്നലെ പകൽ വിളിച്ച് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ സ്ഥലം എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല ടീച്ചർ. ഒരു ഹൗസിംഗ് കോളനിയാണ്. ഇന്നലെ ഉച്ചയോടെ ഞങ്ങൾ ഇവിടെ വന്നത്. ഞാൻ ഹരിയോട് ചോദിച്ചു മനസ്സിലാക്കിക്കോളാം. ആ ടീച്ചർ, അവിടെ ദേവിയമ്മയൊക്കെ എന്തു പറയുന്നു? കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നോ? എല്ലാവരും അവിടെ ഇവിടെയായി ഒക്കെ ഉണ്ട് മോളെ. ഹരി ഓഫീസിലേക്ക് പോകുമ്പോൾ എൻ്റെ കുട്ടി അവിടെ ഒറ്റയ്ക്കാണല്ലോ. അത് സാരമില്ല, ഞാൻ റൂമൊക്കെ ലോക്ക് ചെയ്ത് അകത്തിരുന്നോളാം. വേണ്ട മോളെ, എനിക്ക് നല്ല പേടിയുണ്ട്. ലക്ഷ്മി മാഡത്തിന് മോളോടിപ്പോൾ തീരാത്ത പകയായിരിക്കും. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോളല്ലേ ഇപ്പോൾ ഈ വേദനകളെല്ലാം അനുഭവിക്കുന്നത്. അത് പറയുകയും മീര ടീച്ചറുടെ വാക്കുകൾ ഇടറി. കുഴപ്പമില്ല ടീച്ചറെ, പേടിക്കൊന്നും വേണ്ട. ഹരിയേട്ടൻ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരികെ എത്തിക്കോളും. അതൊന്നും ഒരു ഉറപ്പല്ലല്ലോ മോളെ. എനിക്ക് നല്ലോണം പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഹരിക്കുട്ടനോട് സംസാരിച്ചോളാം. എന്നിട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ മോളെ ഇവിടെ ഓർഫനേജിൽ ഇറക്കാൻ പറയാം. അതിലൊന്നും ഇനി നടപടി ഉണ്ടാവില്ല ടീച്ചറമ്മേ. ലക്ഷ്മിയമ്മ പറഞ്ഞത് ഇനി മംഗലത്ത് ഓർഫനേജിൻ്റെ മുൻപിൽ നിന്നും എന്നെ കണ്ടുപോകരുതെന്നാണ്. ആ വാതിൽക്ക് വന്ന് ഞാൻ കൊട്ടിയാൽ ആ നിമിഷം പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്ന് എന്നോട് വെല്ലുവിളിച്ചിട്ടാണ് ഇന്നലെ ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. അത് പറയുമ്പോൾ പാവം ഭദ്ര കരഞ്ഞു പോയിരുന്നു. സാരമില്ല, എൻ്റെ മോള് വിഷമിക്കൊന്നും വേണ്ട. ഹരി ഉണ്ടല്ലോ നിൻ്റെ ഒപ്പം. നിനക്ക് യാതൊരു പോറലും ഏൽപ്പിക്കാതെ നിന്നെ സംരക്ഷിക്കുവാനുള്ള തൻ്റെ ഇടമുള്ളവനാണ് ഹരിനാരായണൻ. അതുകൊണ്ട് ലക്ഷ്മി മാഡത്തിൻ്റെ ആ ഭീഷണിയൊന്നും ഇനി വിലപ്പോകില്ല മോളെ. മീര അവളെ സമാധാനിപ്പിച്ചു. എനിക്കൊന്നും അറിയില്ല ടീച്ചർ. എന്തിനു വേണ്ടിയാണ് ഞാൻ ഇതുപോലെയൊക്കെ അനുഭവിക്കുന്നത്? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഈ ജന്മം വെറും ഒരു പാഴ്ജന്മമായി പോയില്ലേ? അതും പറഞ്ഞ് അവൾ വീണ്ടും കരഞ്ഞു. അപ്പോഴേക്കും ഹരി കൈ കഴുകി വന്നിട്ട് അവളോട് ഫോൺ വാങ്ങി. ടീച്ചർ. ആ മോനെ. ഭദ്രയ്ക്ക് സങ്കടമായി, കരയുക. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. അല്ല, അത് പിന്നെ മോനെ, ആ കുട്ടി അവിടെ തനിച്ചല്ലേ? എനിക്കൊരു പേടി പോലെ. മോൻ ഓഫീസിൽ പോയാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ? അതുകൊണ്ട് ഭദ്രമോളെ എവിടേക്കാക്കാൻ പറ്റുമോ ഹരിക്കുട്ട? അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാൻ കൂടിയാ കാലത്തെ ഞാൻ വിളിച്ചതും. അതൊന്നും ശരിയാവില്ല ടീച്ചർ. മംഗലത്ത് മഹാലക്ഷ്മിയമ്മ നടത്തുന്ന ഓർഫനേജിൽ ഇനി ഭദ്ര വന്നുവെന്നറിഞ്ഞാൽ ഇവളെ എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കി അതിൽ കുടുക്കുവാൻ നോക്കിക്കും അമ്മ.
എന്തിനും മടിക്കാത്ത സ്വഭാവമല്ലേ? എനിക്ക് വേണ്ടി എന്ത് വല വിരിച്ചാണോ കാത്തിരിക്കുന്നത്? നല്ലോണം കരുതലോടെയാണ് ഞാൻ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഹരി പറഞ്ഞതും അതിൻ്റെ ഗൗരവം അത്രമേൽ വലുതാണെന്ന് മീര ടീച്ചർക്ക് മനസ്സിലായി. എല്ലാം കേട്ടുകൊണ്ട് വർദ്ധിച്ച ഭയത്തോടെ ഫദ്രയും അവൻ്റെ അരികിൽ നിൽപ്പുണ്ടായിരുന്നു. ടീച്ചർ, എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാൻ വെച്ചോട്ടെ? അവൻ പെട്ടെന്ന് ചോദിച്ചു. ഓക്കെ മോനെ, ഞാൻ പിന്നെ വിളിക്കാം. കാൾ കട്ടായതും ഉടനെ അടുത്ത ആളാരോ ഹരിയെ വിളിച്ചു. അവൻ ഫോണുമായി വീണ്ടും ഹോളിലേക്ക് ഇറങ്ങിപ്പോയി. ഭദ്രയ്ക്ക് സത്യത്തിൽ നല്ലോണം പേടിയായിരുന്നു. ഹരിയേട്ടൻ പറഞ്ഞത് സത്യമാണ്. ലക്ഷ്മിയമ്മ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നുള്ളത് ആർക്കും അറിയില്ല. അവർ അത്രയ്ക്ക് കൊടിയ വിഷമാണെന്ന് അവൾ ഓർത്തു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ക്രൂരമായിട്ട് ഇന്നലെ അവർ തന്നോട് പെരുമാറിയത്? താൻ പറയുന്നതൊന്ന് കേൾക്കാൻ പോലും അവർ കൂട്ടാക്കിയില്ല. അത്രയ്ക്ക് പകയാണ് തന്നോട്. ഓർക്കും തോറും അവളുടെ നെഞ്ച് വിങ്ങിപ്പൊട്ടി. തുടരും.